ഹലോ മങ്സ്, വെൽക്കം ടു കുറ്റോ മങ്കി. അപ്പം നമ്മുടെ കഴിഞ്ഞ വീഡിയോയുടെ അക്വ പ്രോട്ടോക്കോളിൻ്റെ സീലിക്കോസിൻ്റെ പാർട്ട് 2 ആണിത്. സോ അതിൽ നിങ്ങൾക്ക് കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ടെസ്റ്റ് നെറ്റ് വാലറ്റിൻ്റെ അഡ്രസ്സിൽ നിങ്ങൾക്ക് പൈസ വരുന്നില്ല എന്നുകൊണ്ട് കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. അത് നിങ്ങൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് വെയിറ്റ് ചെയ്ത് നോക്കുക, എന്നിട്ട് വീണ്ടും ട്രൈ ചെയ്ത് നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും ആ ടെലഗ്രാം പോർട്ടിൽ പോയിട്ട് നിങ്ങളുടെ അഡ്രസ്സ് കൊടുത്തതിന് ശേഷം വീണ്ടും അഡ്രസ്സ് സെൻഡ് ചെയ്യാൻ നോക്കുക. അത് സ്പാം ചെയ്യരുത്. ഒരു പ്രാവശ്യം ചെയ്യുക, എന്നിട്ട് ഒരു 3 മണിക്കൂർ കഴിഞ്ഞിട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ട്രൈ ചെയ്യുക. ഇതാണ് ആകെയുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത് വന്നത്, പിന്നെ കുറേ പേര് ഇവിടെ നിന്ന് ഈ പൈസ സെൻഡ് ചെയ്യാനൊക്കെ നോക്കുന്നുണ്ട്. നടക്കില്ല കേട്ടോ. ഈ ഫണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ ചെയ്യുന്നുള്ളതല്ല, ഇതിലെ പ്രൊജക്റ്റുകൾ ഹെൽപ്പ് ചെയ്യാൻ, ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ തരുന്നൊരു ഫണ്ടാണ്. നിങ്ങളിത് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ നോക്കിയതിന് ശേഷം ഞങ്ങൾക്ക് കിട്ടുന്നില്ല ബ്രോ എന്നൊക്കെ പറഞ്ഞ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അഡ്മിൻസിൻ്റെ ഇന്ന് വായിരിക്കുന്നത് കേൾക്കും. നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് ഇത് കിട്ടില്ല എന്നുള്ളത്. നിങ്ങളുടെ മെയിൻ വാലറ്റ് ഇതാണ്. പിന്നെ ഒരുപാട് പേര് ടൺ കീപ്പർ പല ബോട്ടുകളിലും യൂസ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ ഏത് യൂസ് ചെയ്യുന്ന എല്ലാവരും നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ എവിടെയെങ്കിലും നിങ്ങൾ ടൺ കീപ്പറിൻ്റെ ടണ്ണിൻ്റെ അഡ്രസ്സ് കൊടുക്കുന്നുണ്ടെങ്കിൽ മേക്ക് ഷുവർ നിങ്ങളുടെ വാലറ്റ് സെലക്ട് ചെയ്തിരിക്കുന്നത് മെയിൻ വാലറ്റ് ആണെന്നുള്ളത്. അല്ലാതെ നിങ്ങൾ ടെസ്റ്റ് നെറ്റ് വാലറ്റ് കണക്ട് ചെയ്യാൻ പാടില്ല. അതിൽ അഡ്രസ്സല്ല റിസീവ് എടുക്കുമ്പോൾ കൊടുക്കേണ്ടത്. മെയിനായിട്ടുള്ളത് നിങ്ങളുടെ ഈ വാലറ്റ് എന്ന് പറയുന്ന സെക്ഷനിലുള്ള അഡ്രസ്സാണ് കൊടുക്കേണ്ടത്. പിന്നെ മൂന്നാമത്തെ ഇഷ്യൂ വന്നത് ട്വിറ്റർ കണക്ട് ആവാത്ത ഇഷ്യൂ ആണ്. ട്വിറ്റർ കണക്ട് ആവാത്തവർക്ക് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഗൂഗിൾ ക്രോം വഴിയാണ് നമുക്ക് ഡിഫോൾട്ട് ബ്രൗസറായിട്ട് ഉപയോഗിക്കേണ്ടത്. മറ്റുള്ള ബ്രൗസറിലൊന്നും ഉപയോഗിക്കരുത്. എന്നിട്ടും കണക്ട് ചെയ്തിട്ട് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സ് നിങ്ങൾ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അക്കൗണ്ടിൻ്റെ പാസ്വേഡ് എല്ലാം ഓർമ്മയുണ്ടെന്നുണ്ടെങ്കിൽ എക്സ് അൺഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ക്രോമിൽ അക്കൗണ്ട് ലോഗിൻ ചെയ്യാൻ നോക്കുക. അവിടെ നിന്ന് ക്വസ്റ്റ്യൻ നിന്ന് നേരെ റീഡയറക്റ്റ് ചെയ്ത് ക്രോമിൽ പോകുന്നു. അവിടെ അക്കൗണ്ട് ലോഗിൻ ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അതെല്ലാവർക്കും വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ കുറേ പേർക്ക് ഇഷ്യൂ ഉള്ളവർക്ക് ടെലഗ്രാമിൻ്റെ ക്യാഷ് സെറ്റിങ്സിൽ പോയിട്ട് ക്ലിയർ ചെയ്തതിന് ശേഷം ട്രൈ ചെയ്ത് നോക്കുക. അവിടെയും വർക്ക് ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നിർത്തിയത് ക്വിസിൻ്റെ സെക്ഷൻ വെച്ചിട്ടാണ്. അപ്പോൾ ക്വിസ് എൻ്റെ ഫെയിലായ കാരണമാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിർത്തിയത്. അപ്പോൾ ക്വിസിൻ്റെ സെക്ഷൻ നമ്മൾ എന്താ ബാക്ക് അടിക്കണമെന്നുണ്ടെങ്കിൽ ഈ മേലെ കാണുന്ന ഈ 3 ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ബാക്ക് അടിക്കാം. അല്ലെങ്കിൽ ഏതായാലും നമ്മൾ ഈ അക്വാ പ്രോട്ടോണിലെ സിമ്പൽമൽ ക്ലിക്ക് ചെയ്താലും നമുക്ക് എന്ത് ചെയ്യാം, ബാക്ക് അടിക്കാം. അപ്പോൾ നമുക്കിവിടെ ക്വിസ് എന്ന് പറഞ്ഞ് കാണാം. ഫൈനൽ ടെസ്റ്റ് നെറ്റ് ആൻഡ് ബഗ് ബൗണ്ടിൽ എന്ന ക്വിസ് സെക്ഷനിലാണ് അതുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ക്വിസിൽ ക്ലിക്ക് ചെയ്യാം. ക്വിസ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ചോദിച്ചത് വാട്ട് ഈസ് അക്വാ പ്രോട്ടോക്കോൾ എന്ന് വെച്ചത്. അപ്പോൾ ഇവിടെ ചൂസ് ഓൾ കറക്റ്റ് ആൻസേഴ്സ് വന്നത്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ബിയും സിയും ആണ്. ഡീസെൻട്രലൈസ്ഡ് ഫിനാൻസ് പ്ലാറ്റ്ഫോം ആൻഡ് ഡീസെൻട്രലൈസ്ഡ് സ്റ്റേബിൾ കോയിൻ പ്രോട്ടോകോൾ ആണ്. അപ്പോൾ അതിൻ്റെ ആൻസർ കഴിഞ്ഞു. അടുത്തതിന് വാട്ട് ഡിസ്റ്റിങ്വിഷസ് അക്വാ യൂസ്ഡ് ഫ്രം USDT ഓൺ ദ ടൺ ബ്ലോക്ക് ചെയ്യുന്ന പറഞ്ഞാണ്. അക്വാ USD 150% കൊളാസ്ട്രൽ എന്ന് പറയുന്നത്. സോ അതിൻ്റെ ആൻസർ ഇതാണ് ആൻസർ. സെക്കൻഡ് വൺ ആണ് ആൻസർ. ഇനി മൂന്നാമത്തെ, വൈ ഡസ് അക്വാ USD അപ്പീൽ ടു ഇൻവെസ്റ്റേഴ്സ്? ഇറ്റ് പ്രൊവൈഡ്സ് ഡീസെൻട്രലൈസ്ഡ് ആൻഡ് സെക്യൂർ ഫിനാൻഷ്യൽ പ്രോസസ്. ദിസ് വൺ. ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ, why is the emergence of the official USDT positive news for Aqua USD? So all of the above എല്ലാതുമാണ് പറഞ്ഞിരിക്കുന്നത്. What is emphasized about current Aqua protocol V3? It has multi collateral support. ഇതാണ് നമ്മുടെ ആൻസേഴ്സ്. നമ്മൾ ക്ലെയിം ചെയ്ത് നോക്കുന്നു. ഇപ്പോൾ ആൻസേഴ്സ് ഒക്കെ കറക്റ്റാണ്. സോ അത് കംപ്ലീറ്റ് ആയി. ഇതൊക്കെ നമുക്ക് പോവുക, താഴേക്ക് വരിക. ഇവിടെ നമുക്ക് ട്വിറ്ററിൻ്റെ ഒരു സംഭവമുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും താഴെ ക്രോസ് പ്രൊമോ എന്നൊരു സംഭവമുണ്ട്. അവിടെ ഒരു റീഡ് ആർട്ടിക്കിൾ ഉണ്ട്. ഏറ്റവും താഴെ വന്നു കഴിഞ്ഞാൽ റീഡ് ആർട്ടിക്കിൾ. അപ്പോൾ ആ റീഡ് ആർട്ടിക്കിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ റീഡ് ആർട്ടിക്കിലേക്ക് പോകും. അതിനുശേഷം എന്ത് ചെയ്യുക, ഇവിടെ താഴെ കാണുന്ന വിസിറ്റ് ലിങ്കിൽ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു ആർട്ടിക്കിളിലേക്ക് പോയി നമ്മളൊന്ന് വായിച്ച് നോക്കാം. അപ്പോൾ നമ്മൾ വായിച്ച് കഴിഞ്ഞാൽ തിരിച്ച് നേരെ റീഡ് ആർട്ടിക്കിലേക്ക് വരിക. ക്ലെയിം ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റൻ വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഞാൻ ഇതൊക്കെയാണ് ആൻസേഴ്സ് കൊടുത്തത്. വാട്ട് ഇസ് സ്റ്റേബിൾ കോയിൻ ഇതാണ് കൊടുത്തത്. വാട്ട് മേക്സ് ഡീസെൻട്രലൈസ്ഡ് ഓവർ ഈ ആൻസർ കൊടുത്തിട്ടുണ്ട്. വൈ ലിക്വിഡ് സ്റ്റേക്കിംഗ് എന്ന് പറഞ്ഞ ഈ ആൻസറാണ് കൊടുത്തത്. മൂന്നാമത്തെ ഇതിൻ്റെ ആൻസർ ഇതാണ് കൊടുത്തത്, LSTക്ക്. അത് ഞാൻ റൈറ്റിംഗ് കൊടുത്തു. ഞാനിതൊക്കെ കൊടുത്തതിന് ശേഷം ഞാനിപ്പോൾ ക്ലെയിം കൊടുക്കുകയാണ്. നമുക്ക് ചെക്ക് ചെയ്യാം ഈ ആൻസേഴ്സ് ഒക്കെ കറക്റ്റ് ആണോ എന്ന്. അപ്പോൾ ആ ആൻസേഴ്സ് ഒക്കെ കറക്റ്റ് ആയിരുന്നു. അപ്പോൾ അടുത്ത ക്വസ്റ്റിലേക്ക് പോയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ട്വിറ്ററിൽ പോയിട്ട് ഒരു റിപ്ലൈ കൊടുക്കാനാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മളിവിടെ കാണുന്ന ഈ റിപ്ലൈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, നമ്മൾ ഇവിടെ തന്നെ കൊടുക്കാൻ പറ്റും. അക്വാ പ്രോട്ടോകോൾ ടു ദ മൂൺ അങ്ങനെ കൊടുക്കാൻ പോകണം. നമുക്ക് ഇഷ്ടമുള്ള അടിച്ച് കൊടുക്കാം കേട്ടോ. കോൾ ടു ദ മൂൺ. ഈ ക്രിപ്റ്റോ കറൻസിയിൽ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് അക്വാ പ്രോട്ടോകോൾ ടു ദ മൂൺ എന്ന് പറയുന്നത്. നമ്മളങ്ങനെ അടിച്ചു കൊടുക്കുന്നു. നമുക്ക് കാണാൻ പറ്റും ആ റിപ്ലൈ നമ്മുടെ ട്വിറ്ററിലേക്ക് വരുന്നു. അപ്പോൾ എൻ്റെ റിപ്ലൈ അവിടെ കാണാം. റിപ്ലൈ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ ലിങ്ക് കോപ്പി ചെയ്യുക. നേരെ തിരിച്ച് ഇവിടേക്ക് വരിക. തിരിച്ച് നമ്മുടെ URL കോപ്പി ചെയ്ത ലിങ്ക് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ പേസ്റ്റ് ചെയ്യുക. ക്ലെയിം ബട്ടൺ ക്ലിക്ക് ചെയ്യുക. വെയിറ്റ് ചെയ്യേണ്ടി വരും. അവർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും ഏത് വേണമെന്ന്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയി. അപ്പോൾ നമ്മുടെ ഏറ്റവും താഴത്തുള്ള ആ ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്
ടെലഗ്രാം കമ്മ്യൂണിറ്റിയിൽ ഇവിടെ ഒരു ക്വസ്റ്റ് കിടക്കുന്നുണ്ട്. അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ടെലഗ്രാം എന്ന് പറഞ്ഞ ക്വസ്റ്റ് ഇതാണ് കാണുന്നത് ടെലഗ്രാം. അപ്പോൾ ജോയിൻ ടെലഗ്രാം കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ ആ ടെലഗ്രാം കമ്മ്യൂണിറ്റി ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ആ ക്വസ്റ്റ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. നമ്മൾ കാണാം ജോയിൻ അക്വാ പ്രോട്ടോകോൾ ചാനൽ. അപ്പോൾ നമ്മൾ അവരുടെ ചാനൽ ക്ലിക്ക് ചെയ്യുന്നു. നേരെ ചാനലിൽ പോകുന്നു. ചാനലിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തു? ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. നമ്മൾ നേരെ ഒരു വെരിഫിക്കേഷൻ ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, വെരിഫിക്കേഷൻ ഉള്ളത് 17-64 എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ 17-64 - കൊടുത്തിരിക്കുന്നു. ഒരു ക്യാപ്ച ചെക്ക് ചെയ്യാനായിരിക്കും. എന്തോ ഒരു ഭാഷയിൽ എഴുതിയിട്ടുണ്ട്. നമുക്ക് നേരെ തിരിച്ച് പോവാം. നമുക്ക് കയറി എന്ന് തോന്നുന്നു. അപ്പോൾ എനിക്ക് മെസ്സേജ് അയക്കാനാണ്. അപ്പോൾ ഞാനത് കയറി. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തു? ചാനൽ ജോയിൻ ചെയ്തു. നമ്മൾ ക്ലെയിം ബട്ടൺ കൊടുക്കുന്നു. അപ്പോൾ ആ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് കൊടുക്കുന്നു. അടുത്ത് പറയുന്നത് വാട്ട് ഈസ് റൈറ്റ് യുവർ ടെലഗ്രാം ഹാൻഡിൽ. യുവർ ടെലഗ്രാമിൻ്റെ അത് നിങ്ങളുടെ ID ഉണ്ടാവും, ടെലഗ്രാമിൻ്റെ ID അതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് പോയി എടുക്കാം. അപ്പോൾ ഞാൻ ടെലഗ്രാമിലേക്ക് പോകുന്നില്ല. എൻ്റെ ടെലഗ്രാമിൻ്റെ ID ഞാനിവിടെ പേസ്റ്റ് ചെയ്യുകയാണ്. ടെലഗ്രാമിൽ പോവുക, 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ പ്രൊഫൈൽ ഉണ്ടാവും. പ്രൊഫൈലിൽ യൂസർ നെയിം എന്ന് പറഞ്ഞ ടാബ് കാണാൻ പറ്റും. അവിടെ നിന്നുള്ള യൂസർ നെയിമാണ് ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടത്. അതിനുശേഷം എന്ത് ചെയ്യുക? അതിവിടെ പേസ്റ്റ് ചെയ്യുക, ക്ലെയിം കൊടുക്കുക. എല്ലാവർക്കും ഓരോ യുണീക്ക് യൂസർ നെയിം ആയിരിക്കും. അപ്പോൾ നിങ്ങളൊരു യൂസർ നെയിം ഇതുവരെ ക്രിയേറ്റ് ചെയ്തില്ലെങ്കിൽ യൂസർ നെയിം അവിടെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക. അടുത്ത ക്വസ്റ്റ് വന്നു, അക്വാ പ്രോട്ടോകോളിൻ്റെ കമ്മ്യൂണിറ്റി ചാനൽ ജോയിൻ ചെയ്യാനാണ്. ഇതൊക്കെ ഏത് ഭാഷ നമുക്കറിയില്ല. നമ്മൾക്ക് ജോയിൻ ചെയ്യുന്നു. നമ്മളിവിടെ ജോയിൻ ആയി. നമ്മൾ തിരിച്ച് വരുന്നു, ക്ലെയിം കൊടുക്കുന്നു. ആ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയി. ഇപ്പോൾ ടെലഗ്രാം എന്നതിൽ അവസാനത്തെ ക്വസ്റ്റായ അതായത് അവരെക്കുറിച്ച് അക്വാ പ്രോട്ടോക്കോളിനെ കുറിച്ചിട്ട് ഒരു 100 സബ്സ്ക്രൈബേഴ്സ് എങ്കിലും ഉള്ള ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റിയിലുള്ള നിങ്ങൾ ഇട്ടിരിക്കുന്ന പോസ്റ്റ് പബ്ലിക് ആയിട്ടുള്ള പോസ്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ടുള്ള ഗ്രൂപ്പുള്ളതായിരിക്കരുത്. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ കുറിച്ചുള്ള ഒരു ലിങ്ക് അവർക്ക് കൊടുക്കുക. എന്താണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരു ലിങ്ക് കൊടുക്കുക. അപ്പോൾ ആ പ്രോട്ടോക്കോളിൻ്റെ ആ ലിങ്ക് നിങ്ങളിവിടെ കൊടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ആ ലിങ്ക് ഇവിടെ സബ്മിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? അവർ റിവ്യൂ ചെയ്യും. അപ്പോൾ ഞാൻ എൻ്റെ ഗ്രൂപ്പിലോട്ട് ഒരു പോസ്റ്റാണ് കൊടുത്തിരുന്നത്. അത് റിവ്യൂ സക്സസ് ആവുമെന്ന് അറിയില്ല, ബട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതുപോലെ എന്തെങ്കിലും ഗ്രൂപ്പിണെങ്കിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് നമുക്ക് പോകാം. അതുപോലെ തന്നെ ബോണസ് സെക്ഷനിൽ വേറൊരു ക്വസ്റ്റ് കൂടി ഉണ്ടായിരുന്നു. ടെൽ അസ് അബൌട്ട് അസ് ഇൻ ബ്ലോഗ്സ് വിത്ത് 500 സബ്സ്ക്രൈബേഴ്സ് ഉള്ളത്. സോ ഞാൻ ആ ക്വസ്റ്റും ഞാൻ ഇതുപോലെ സെയിം ലിങ്ക് തന്നെയാണ് പേസ്റ്റ് ചെയ്തത്. അപ്പോൾ ആ ലിങ്കും സക്സസ് ആവുമെന്ന് എനിക്കറിയില്ല. പിന്നെ 1000 ഫണ്ട്സ് 100 ഫണ്ട്സിനൊക്കെ ഇൻവൈറ്റ് ചെയ്യാനുള്ള ലിങ്കാണ്. അത് ഞാനിപ്പോൾ ചെയ്തിട്ടില്ല. 10,000 ഫണ്ട്സിനൊക്കെ വേണം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റിന് മേലെ കുറച്ചുകൂടി എളുപ്പമുള്ള ടാസ്കിലേക്ക് നമുക്ക് പോകാം. നെക്സ്റ്റ് നമ്മൾ ട്വിറ്റർ എന്ന് പറഞ്ഞ സെക്ഷനാണ് പോകാൻ പോകുന്നത്. അപ്പോൾ യുവർ ട്വിറ്റർ എന്ന് കാണാൻ പറ്റും. അപ്പോൾ ഈ ട്വിറ്റർ എടുക്കുക. അതിനുശേഷം നമ്മുടെ ട്വിറ്ററിൻ്റെ ID കൊടുക്കുക. അപ്പോൾ നമ്മുടെ എക്സിൻ്റെ ഹാൻഡിലാണ് ട്വിറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ട്വിറ്ററിൻ്റെ ID നമ്മളിവിടെ കൊടുക്കണം. അപ്പോൾ ഞാൻ എൻ്റെ ID അടിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ക്ലെയിം ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ ആ ക്വസ്റ്റ് കംപ്ലീറ്റ് ആയി. അടുത്ത് പറഞ്ഞിരിക്കുന്നത് ലിങ്ക്സ് ടു യുവർ സോഷ്യൽ മീഡിയ പോസ്റ്റ് വെർ യു ടോക്ക് അബൌട്ട് അക്വാ പ്രോട്ടോകോൾ ടെസ്റ്റിനായിട്ട്. അപ്പോൾ ടെസ്റ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു ലിങ്ക് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇവിടെ ഒരു ലിങ്ക് ട്വീറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ആ ട്വീറ്റ് നമ്മൾ വെറുതെ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ എന്ത് കിട്ടും? നമുക്ക് നേരെ നമ്മുടെ ട്വിറ്ററിലേക്ക് നമ്മൾ പോകും. അപ്പോൾ അടുത്ത ക്വസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഇവർ പറഞ്ഞിരിക്കുന്ന ഒരു പോസ്റ്റ് നമ്മുടെ ട്വിറ്ററിൽ കൊണ്ടിടുക. അതിനുശേഷം അത് നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി? ഇവിടെ ഇട്ടിരിക്കുന്ന അതേ സംഭവം തന്നെ എന്ത് ചെയ്യുക? നിങ്ങളിവിടെ കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? ആ സാധനം നിങ്ങളുടെ ട്വിറ്ററിൽ കൊണ്ടിട്ട് എന്ത് ചെയ്യുക? ട്വീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ ട്വിറ്ററിലേക്ക് പോകുന്നു. അതിനുശേഷം എന്ത് ചെയ്തു? നമ്മളിവിടെ ഒരു പ്ലസ് എന്ന് പറഞ്ഞ ബട്ടൺ കാണാം. ആ പ്ലസ് എന്ന ബട്ടണിൽ എന്ത് ചെയ്യുക? പോസ്റ്റ് എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാം. പോസ്റ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളിവിടെ പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? അവിടെ കുറച്ച് നമ്മൾ അവിടെ കൊടുത്ത അതേ സാധനം വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? പോസ്റ്റ് നിൽക്കുന്നു. അപ്പോൾ നമ്മുടെ എന്ത് ചെയ്തു? പോസ്റ്റ് അവിടെ കാണാൻ പറ്റും. പോസ്റ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ പോസ്റ്റ് വന്നിട്ടുണ്ട്. ശേഷം ഇവിടെ ഷെയർ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. കോപ്പി ലിങ്ക് എടുക്കുക, നേരെ തിരിച്ച് പിടിക്കുക, വരിക ട്വിറ്ററിൽ എടുക്കുക, ട്വീറ്റിൻ്റെ URL ഇവിടെ അടിച്ചു കൊടുക്കുക. അതിനുശേഷം ക്ലെയിം എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ആ ക്വസ്റ്റ് കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോവുക. നെക്സ്റ്റ് ക്വസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഫോളോ കോ ഫൗണ്ടർ, അതായത് ജൂലിയ എന്ന് പറഞ്ഞ കോ ഫൗണ്ടറിനെ ഫോളോ ചെയ്യാനാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഫോളോ ബട്ടണിൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ നേരെ അവരുടെ സൈറ്റിലേക്ക് പോയി അവരുടെ ഫോളോ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അവരെ ഫോളോ ചെയ്യുന്നു. തിരിച്ച് നമ്മൾ നേരെ തിരിച്ച് ഇവിടേക്ക് വരുന്നു. ഫോളോ കഴിഞ്ഞ് തന്നെ നമ്മൾ എന്ത് ചെയ്തു? ക്ലെയിം ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഇത് ഓരോന്നിനും 100 XP വെച്ച് കിട്ടുന്നുണ്ട്, 100 XP. അടുത്ത വന്നിട്ട് ടാസ്ക് എന്ന് പറയുന്നത് ഒരു ട്വീറ്റാണ്. അപ്പോൾ ആ ട്വീറ്റിലേക്ക് നമ്മൾ പോവുക. അതിനുശേഷം എന്താ ഞാൻ ഇവിടെ റീട്വീറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇത് ചെയ്യും. ഒന്നില്ലെങ്കിൽ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നത് നമ്മുടെ ഈ ട്വീറ്റിലേക്ക് വരും. അതിനുശേഷം എന്താ ചെയ്യുക? ഇവിടെ റിപ്ലൈ എന്ന് പറഞ്ഞാൽ താഴെ ഒരു ബട്ടൺ കാണാൻ പറ്റും. അവിടെ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ ഗ്രേറ്റ് പ്രൊജക്റ്റ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ എന്തെങ്കിലും ഒരു കമൻറ്റ് നിങ്ങൾ ഇടുക. ലവ് ഇറ്റ്, സ്മൈൽ ഇടുക. അതിനുശേഷം നമ്മൾ തിരിച്ച് വരുന്നു. എന്നിട്ട് എന്ത് ചെയ്തു? നമ്മൾ റിപ്ലൈ കൊടുക്കുന്നു. റിപ്ലൈ കൊടുത്ത് അതിനെന്താ ഒരു URL ഉണ്ടാവും. ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, കോപ്പി ലിങ്ക് നിൽക്കുക, നേരെ തിരിച്ച് നമ്മൾ ഇവിടേക്ക് വരിക, റിപ്ലൈ URL കൊടുക്കുന്നു. അതിനുശേഷം എന്ത് ചെയ്തു? ക്ലെയിം ബട്ടൺ കൊടുക്കുന്നു. അപ്പോൾ അവർ ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്തതിന് ശേഷം ആ ക്വസ്റ്റ്യൻ നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്.
ഓക്കെ. അപ്പം നമ്മൾ ഈ അക്വാ പ്രോട്ടോക്കോളിലുള്ള വളരെ എളുപ്പമുള്ള ടാസ്കുകളെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ട്വീറ്റിൻ്റെ സാധനങ്ങൾ എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ താഴേക്ക് വന്നിട്ട് ഇതിങ്ങനെയാണ് നിങ്ങളുടെ ഇൻ്റർഫേസ് കാണുന്നത് ഉറപ്പിക്കുക. അതായത് ഇവിടെ ചിലപ്പോൾ 1000 ഫണ്ട്സ് 100 ഫണ്ട്സ് എന്നൊക്കെ ഉണ്ടാവും. 10 ഫണ്ട്സ് 100 ഫണ്ട്സ്. അപ്പോൾ നിങ്ങളുടെ ലിങ്ക് ഷെയർ ചെയ്തിട്ട് വേണമെങ്കിൽ അവരെ കൊണ്ട് വേണമെങ്കിൽ ചെയ്യിപ്പിക്കാൻ നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് അത്ര XP കിട്ടും. പിന്നെ അടുത്ത് ബോണസ് സെഷൻ മാത്രമല്ല, ഈ ടെലഗ്രാമിൽ ഈ സെക്ഷനിൽ നിങ്ങൾ കൊടുത്ത സെക്ഷന് ബാക്കി പെൻഡിങ്ങിൽ അല്ലാതെ ഒഴിച്ച് ബാക്കിയെല്ലാം കംപ്ലീറ്റ് ആയെന്ന് ഉറപ്പ് വരുത്തുക. പിന്നെ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ അടുത്തുള്ള നിങ്ങൾക്ക് ആകെ ബാക്കി ഉണ്ടാവേണ്ടത് ഫൈനൽ ടെസ്റ്റ് നെറ്റ് ആൻഡ് ബഗ് ബൗണ്ടി എന്ന് പറഞ്ഞ സെക്ഷൻ മാത്രമായിരിക്കണം നിങ്ങൾക്ക് ബാക്കി ഉണ്ടാവേണ്ടത്. അവിടെ ചിലപ്പോൾ നിങ്ങൾ 2 കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. നമ്മുടെ ടെലഗ്രാമിൻ്റെ ടെസ്റ്റ് നെറ്റ് വെച്ച് നമ്മൾ 2 കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടാവണം. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ അടുത്ത വീഡിയോയിലായിരിക്കും എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതുവരെയുള്ള എല്ലാ സാധനങ്ങളും നല്ല കൃത്യമായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഒന്നും തെറ്റിക്കരുത്. തെറ്റിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമുക്ക് XP കിട്ടാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ബൈ.